ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് സദ്യക്കൊക്കെ തയ്യാറാക്കണ പോലെ ഒരു ക്യാബേജ് തോരനാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് 20ഓളം ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 7ഓളം ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 8ഓളം പച്ചമുളക് അരിഞ്ഞത്. എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ടാണ് 8 എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 4 മതിയാവും. പിന്നെ ഒരു ക്യാരറ്റ്, പിന്നെ 5 അല്ലിയോളം വെളുത്തുള്ളി, പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാബേജിൻ്റെ പകുതിയോളമാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 2 തണ്ടോളം കറിവേപ്പില എടുക്കുന്നുണ്ട്. കറിവേപ്പില തേങ്ങയോടൊപ്പം ചതച്ചിടുന്നുണ്ട്, അല്ലാതെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഒരു തേങ്ങയുടെ പകുതിയോളം എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ വീതം ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തോരൻ വെക്കണേന്ന് നോക്കാം. ആദ്യമായിട്ട് നേരത്തെ കാണിച്ച പച്ചക്കറികളെല്ലാനും ക്രഷ് ചെയ്ത തേങ്ങയോടൊപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യണേക്കാളും മുമ്പ് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്യണത്. അപ്പോൾ ആ പച്ചക്കറികളൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തോരൻ വെക്കണേ നോക്കാം. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം 1 ടീസ്പൂണോളം കടുക് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം 1 സ്പൂണോളം ഉഴുന്നും കൂടി ചേർത്ത് ഒരു ബ്രൗൺ കളറാവണ വരെ നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഉഴുന്ന് ബ്രൗൺ കളറായതിന് ശേഷം ഒരു 3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഉഴുന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് പച്ചക്കറികൾ കൂടി ചേർത്തിട്ട് സിമ്മി വെച്ചിട്ട് ഒന്ന് 10 മിനിറ്റ് വേവിച്ച് കൊടുക്കാം. ഇനി ഇതിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിച്ച് കൊടുത്താൽ മതി. അപ്പോൾ സിമ്മി വെക്കാൻ തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റും കൂടി സിമ്മിൽ തന്നെ വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി ഞാൻ അടച്ച് വേവിച്ചതിന് ശേഷം കേട്ടോ ഞാനത് തുറക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കാം. അങ്ങനെ നമ്മുടെ കേബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.